ഞാനൊരു വീഡിയോ കാണിക്കാം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതിനൊരു പേര് ഈ സ്ഥലത്തിന് എന്തുവാ, എന്തൊരു ചെരിയോ എന്തോ ഇത് പറഞ്ഞ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരെന്നാ? ഇരിക്കുന്ന ജംഗ്ഷന്റെ പേരെന്നാ? ദേവമംഗലം തന്നെയാണോ? ബീച്ച് റോഡ്. അങ്ങനെ വഴിക്കുക. ബീച്ച് റോഡ് എന്ന് കാണിക്കുന്നു. കാരണം തിരക്ക് പിടിച്ചൊരു റോഡ് ആണോ? തിരക്ക് പിടിച്ച റോഡ്. ഇതങ്ങോട്ട് കയറി ചെല്ലെങ്കിൽ ഒത്തിരി വീടുകളാ. സൈഡിൽ കിടക്കുന്ന ഒരു തുറസായ സ്ഥലം, ഒരുപാട് വീടുകളാ കാണുന്നത്. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം. പോലെ ഒരു സ്ഥലം കണ്ടല്ലോ. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം? ഇത് സുവിശേഷകരെ കുറ്റം പറയുകയല്ല. അങ്ങനെ ആർക്കും തോന്നരുത്. അങ്ങനെ തോന്നി എന്നെ പൊങ്കാലിടാൻ വരരുത്. ഇത് വെറും തരികിടയല്ല. പത്മശ്രീയോ പത്മഭൂഷണോ കൊടുക്കേണ്ട മുതലാണ്. എന്തൊരു കൃത്യമായ പ്രവചനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പ്രവചനം. ഇങ്ങനെയും ഒരു ഉളുപ്പില്ലാതെ സ്റ്റേജിൽ കയറി ഇന്ന് തട്ടിവിടുമല്ലോ. അത് കേട്ട് സ്തോത്രം പറയാനും കൈയടിക്കാനും കുറെ പാവങ്ങൾ, പല കറക്കിക്കുത്തുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ബീച്ച് റോഡ് എന്നൊരു ഹിന്റ് കിട്ടിയാൽ പിന്നെ എല്ലാം ഊഹിച്ചോളും. നമ്മൾ ഈ ബീച്ചിലൊക്കെ പോവുകയും ബീച്ചിലേക്കുള്ള വഴികളും അവിടെയൊക്കെയുള്ള താമസക്കാരുടെ വീടുകളും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പണിക്ക് ഇറങ്ങുന്നവർ അതൊക്കെ കണ്ട് മനസ്സിലാക്കി വെക്കുകയും ചെയ്യും. പാവങ്ങളുടെ വായിൽ നിന്നും ഒരു ഹിന്റ് കിട്ടിയാൽ പിന്നെ അതങ്ങ് ഉഷാറാക്കാമല്ലോ. അത് അവരുടെ നാവിൽ നിന്ന് ഒത്തു കിട്ടണം. അതിനായി അവരെ വളഞ്ഞു കൂട്ടി അതിലേക്ക് കൊണ്ടുവരുന്ന ആ മാന്ത്രിക വിദ്യ അപാരം തന്നെ. പിന്നെ ആ വാക്കിൽ പിടിച്ചു കയറി ഓരോന്ന് കവടി നിരത്തും. ഇതിപ്പോ ബീച്ച് റോഡ് ആയതുകൊണ്ട് ആദ്യം കടൽ വെളിപ്പെട്ടു, നീളത്തിലുള്ള റോഡ് വെളിപ്പെട്ടു. പിന്നെ ബീച്ച് റോഡാകുമ്പോൾ തിരക്കും എന്തായാലും അതൊക്കെ കാണുമല്ലോ. അതും അങ്ങ് ഒത്ത്. മത്സ്യം കൂടി വെളിപ്പെട്ടാല അച്ചട്ട. പിന്നെ വലയും വല നിറയെ മീനും മീൻപിടുത്തക്കാരും ലേലം വിളിക്കാരും എല്ലാം ഒന്നിനു പിറകെ മറ്റൊന്നായി നാവിലൂടെ പുറത്തു വരും. ഇതൊക്കെ കേട്ട് തുള്ളാൻ നടക്കുന്ന പമ്പര വിഡ്ഢികൾക്ക് വെളിവുണ്ടെങ്കിൽ ഇവനെ പോലുള്ള കള്ളപ്രവാചകന്മാരുടെ മടിയിൽ ചെന്ന് കയറുമോ? പോക്കറ്റിലിരിക്കുന്ന പൈസ തോത്രാഴ്ചയായി ഇട്ടുകൊടുത്തിട്ട് ഇതുപോലുള്ള വിടുവായുത്തരങ്ങളും നുണയും കേൾക്കാൻ ഓരോ ജന്മങ്ങൾ വേഷം കെട്ടി മുന്നിൽ വന്നിരിക്കും. എന്നിട്ട് വാഴ്ത്തിപ്പാട്. ഇവനെ പോലുള്ളവരെ കുറ്റമിട്ട കാര്യമില്ല. മുന്നിൽ വന്നിരിക്കുന്നവരെ വേണം ഓടിച്ചിട്ട് തല്ലാൻ. നിങ്ങൾക്കൊന്നും വരെ പണിയില്ലേ വിശ്വാസികളെ? ഈ സമയം വല്ല സഭകളിലോ സഭയുടെ കൂട്ടായ്മകളിലോ പോയി ദൈവവചനം കേൾക്ക്.